ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഹോം ടൂറാണ് ട്ടോ കാണിക്കുന്നത്. ഇത് ഹോം ടൂർ കാണിക്കുമ്പോൾ നമ്മൾ ഈ വീടൊക്കെ പണിയാൻ പോണോർക്കും, വീട് പണി നടക്കണോർക്കും ഈ കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ വല്ല മുക്കീന്നും മൂലേന്നൊക്കെ കിട്ടണമെങ്കിൽ അത് നല്ലതല്ലേ. എനിക്കങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ ഫസ്റ്റ് സെറ്റ് ചെയ്തേക്കണത്. ഞാൻ വീട് പണിയുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, കയറി വരുമ്പോൾ നല്ല വിശാലത തോന്നിക്കണം എന്ന്. കാരണം ആ വിശാലത തോന്നിക്കുമ്പോൾ ഒരു 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 വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള പോലെ നമുക്കങ്ങ് തോന്നും. പക്ഷെ അതിന് 2, 3 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ. കുറേ പേർക്ക് അഭിപ്രായം പ്രൈവസിയുടെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ. പിന്നെ എന്ത് കാര്യത്തിനും കുറേ അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണല്ലോ. പിന്നെ അങ്ങനത്തെ പ്രൈവസി കുറവൊന്നുമില്ല ട്ടാ. കാരണം നോക്കിയേ, ഇതാണ് ഗസ്റ്റ് ലിവിങ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മളെ ഫാമിലി ലിവിങ് ഇരിക്കുന്നവരൊന്നും അങ്ങനെ കാണൊന്നുല്ല. ആ ഒരു പ്രൈവസിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ വിശാലത കിട്ടിയല്ലോ. എനിക്കത് മതിയായിരുന്നു. അവിടുന്ന് നേരെ പോകുമ്പോ ഇതാണ് നമ്മളെ ഫാമിലി സിറ്റിങ്, ലേഡീസ് സിറ്റിങ് എന്ത് വേണമെങ്കിലും പറയാം. ഫാമിലി സിറ്റിങ്. ഈ ഫാമിലി സിറ്റിങ്ങിൽ തന്നെയാണ് നമ്മൾ ടിവി ഒക്കെ സെറ്റ് ചെയ്തേക്കണത് ട്ടാ. അതൊരു സ്റ്റെപ്പ് ജസ്റ്റ് താഴോട്ടായിട്ടാണ് ഫാമിലി സിറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഡബിൾ ഹൈറ്റിലാ സെറ്റ് ചെയ്തേക്കുന്നത്. മേലെന്ന് ഒരു ലൈറ്റൊക്കെ, ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫാമിലി സിറ്റിങ്ങിന്റെ സൈഡിൽ തന്നെയായിട്ടാണ് സ്റ്റെയേഴ്സും കൊടുത്തേക്കണത്. ഈ ഹാളിന്റെ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കവേർഡും ഒന്നൊന്നല്ല. അതും ഈ വിശാലതയുടെ ഭാഗമായിട്ട് തന്നെ കൊടുത്തതാണ്. ഈ ഒരു വുഡന്റെ പാർട്ടീഷൻ കൊടുത്തത് ഈ ഫാമിലി സിറ്റിംഗിൽക്ക് ആ ഒരു പെട്ടെന്നുള്ളൊരു വ്യൂ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറക്കിയിട്ടാട്ടോ വാഷ് ഏരിയ കൊടുത്തേക്കണത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തട്ടിയും തടഞ്ഞൊന്നും വീഴാതെ. പക്ഷെ എനിക്കത് ഇഷ്ടായിരുന്നു. അങ്ങനെ വാഷ് ഏരിയ അവിടെ കൊടുത്തു. അവിടുന്ന് സൈഡിലോട്ടാണ് കിച്ചൺ ഒക്കെ ആ ഏരിയ പോണത്. ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു ക്രോക്കറിയുടെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ സൈഡീന്ന് നേരെ പുറത്തോട്ടാണ് നമ്മളെ പൂളിന്റെ ഭാഗം സെറ്റ് ചെയ്തേക്കണത് ട്ടാ. ഒരു പൂളിന്റെ മുന്നിലായിട്ട് ഒരു ചെറിയൊരു പാഷ്യോ ഏരിയ പോലെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഒന്നും അങ്ങനെ കാര്യമായിട്ട് സെറ്റൊന്നും അങ്ങനെ ചെയ്ത് വന്നിട്ടില്ല. അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെക്കേഷൻ 1 2 മാസത്തിന് വരുമ്പോന്നേ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അതാ മെയിൻ പ്രശ്നം. ഇനി ഇത് മേലെ കവേർഡ് ആണ് കേട്ടോ പൂള്. ഇത് ആദ്യം കവേർഡ് അല്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. പിന്നെ ഈ നന്നായിട്ട് വെയിലൊക്കെ വെള്ളത്തേക്ക് വരുമ്പോ ഉണ്ടല്ലോ, പെട്ടെന്ന് വെള്ളം പച്ച കളറാവും. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മ കവർ ചെയ്തതാണ് ട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ പൂളിൻ്റെത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ഹാളിന്റെ ഒരു സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം ഒരു ഉം, ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ഏരിയ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. താഴെ 2 ബെഡ്റൂമും മേലെ 3 ബെഡ്റൂമാണ് ട്ടോ ഉള്ളത് നമുക്ക്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, എല്ലാവർക്കും വീട് പണിത് കഴിയുമ്പോ ഓരോ അബദ്ധങ്ങൾ പറ്റൂലേ. എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. കാരണം താഴെ 3 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും ആയിരുന്നു കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നീട് തോന്നിയ ഒരു അബദ്ധാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വീട് പണിതതിന് ശേഷം അങ്ങനെ ചെയ്താ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താ മതിയായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു അബദ്ധങ്ങൾ. ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം ഈ നമ്മള് എപ്പോഴും ഈ ചെറിയ പിള്ളേരൊക്കെ പാഞ്ഞു കേറി പോണ പോലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും മേലേക്ക് പോവാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ചും പ്രായ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ അവർക്കൊരു സൗകര്യം നമ്മള് താഴെയല്ലേ ഒരുക്കേണ്ടത്. അപ്പൊ എന്തായാലും അബദ്ധം പറ്റി. ഇതാണ് നിസ്കാര റൂം. അത് മേലേക്ക് കേറിയിട്ട് ഒരു മെസനൈൻ ഏരിയയിലായിട്ടാണ് ഈ നിസ്കാര റൂമും പിന്നൊരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ഈ ഫുള്ള് നമ്മള് വിശാലതയാണ് ഈ കാണുന്നത് ട്ടാ. അപ്പൊ അതാണ് ഈ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. ഇവിടുന്ന് ഒരു കുറച്ച് സ്റ്റെപ്പും കൂടി കേറിയിട്ടാണ് നമ്മളെ മെസനൈനിലെ ഒരു റൂമും കൂടി സെറ്റ് ചെയ്തേക്കണത്. നിസ്കാര റൂമിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ റൂമും സെറ്റ് ചെയ്തേക്കണത്. എല്ലാ റൂമും അറ്റാച്ച്ഡും ബിൽറ്റ് ഇൻ വാർഡ്രോബും നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്ടാ. ഇവിടുന്നും 2, 3 സ്റ്റെപ്പ് മേലേക്ക് കേറിയിട്ടാണ് ഹാള് സെറ്റ് ചെയ്തേക്കണത്.
ഇത്രയൊക്കെ സ്റ്റെപ്പ് കേറി മേലത്തെ ഈ 3 ബെഡ്റൂമിലേക്ക് വരണേന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതേ. കാരണം എല്ലാവരും നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാ. അങ്ങനെ ചെയ്താ മതിയായിരുന്നൂന്ന് തോന്നുന്നത്. എപ്പോഴും തോന്നണ കാര്യാണ്. കാരണം കുറേ പേര് നമ്മളെ വീട്ടില് ഗസ്റ്റും കാര്യങ്ങളും കുറേ പേരൊക്കെ ഉള്ള സമയത്ത് എല്ലാവർക്കും ഈ മേലത്തെ റൂമിൽക്കെന്ന് പറയുമ്പോ, അയ്യോ താഴെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഞ്ഞി പിള്ളേർക്കൊക്കെ ഇപ്പൊ മേലെ ഓടിപ്പാഞ്ഞ് കേറാനൊക്കെ എളുപ്പത്തിൽ ഇപ്പൊ നടക്കുള്ളൂ. അല്ല കാലഘട്ടം അങ്ങനെയാണല്ലോ. അതുകൊണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമ്മള് ഈ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തേക്കണത്. ഇവിടുന്ന് തന്നെ 2 റൂമും പിന്നെ ഒരു ബാൽക്കണിന്ന് നമുക്ക് പൂളിന്റെ അവിടേക്ക് താഴോട്ട് ഉള്ള വ്യൂ പോലെ നമ്മള് കൊടുത്തിട്ടുണ്ട് ട്ടാ. മേലത്തെ ഹാളീന്ന്. അത് അതും ആ ഒരു ബാൽക്കണി തടസ്സപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പൂള് കവർ ചെയ്ത സമയത്ത് ഏറ്റവും ടോപ്പീന്നാണ് നമ്മള് കവർ ചെയ്തത്. ഈ ടോപ്പീന്ന് കവർ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കില് നമ്മള് ഇവിടന്നുള്ള ആ ഒരു താഴോട്ട് നോക്കുമ്പുള്ള ഇത് നമുക്ക് തടസ്സപ്പെട്ടു പോകും. അതുപോലെ തന്നെ അടുത്തൊരു അബദ്ധത്തിന്റെ കാര്യം പറയാണെങ്കില്, മേലുള്ള മ മ വേറൊരു റൂമും കൂടിയുണ്ട്. ആ റൂമില് ഞാനൊരു വീട്ടില് പോയപ്പോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ ചെയ്തതാണ്. ചെയ്യിപ്പിച്ചതാണ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടില്. അത് കണ്ടപ്പോ ഒരു എന്തോ ഒരു ഇഷ്ടം തോന്നി. അത് പക്ഷെ ഒരു എന്താ പറയാ അത്യാഗ്രഹായിരുന്നൂന്ന് പിന്നെയാ മനസ്സിലായത്. കാരണം ഈ റൂമിലെ ഈ കട്ടില് റൗണ്ട് കട്ടിലാണ്. ഇത് പണിത് വന്നപ്പോ ഈ കാണുന്ന പോലെ എളുപ്പമല്ലാന്ന് പണിതോരും പറഞ്ഞു. പ്ലസ് കണ്ടോ ഇതാണ് ആ റൗണ്ട് കട്ടില്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് പണിയിപ്പിച്ചിട്ടും ഇതില് പ്രോപ്പറായിട്ട് ഒരു ഇച്ചിരി നീളമുള്ള ആൾക്കാര് വന്ന് കഴിഞ്ഞാലേ കിടക്കാൻ ഭയങ്കര പാടാ. ഈ വന്ന് കിടക്കണോരൊക്കെ പറയും. അപ്പൊ അതും എനിക്കൊരു അബദ്ധായിട്ട് തോന്നി. ഒരാഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. ഇവിടെ നമ്മളൊരു ലോണ്ടറി ഏരിയയും കൊടുത്തിട്ടുണ്ട് മേലെ. പിന്നെ സിറ്റ് ഔട്ട് കുറച്ച് നീളത്തില് അധികം വീതിയില്ലാണ്ടാണ് ട്ടോ സിറ്റ് ഔട്ട് കൊടുത്തേക്കണ്. ആ നേരെ കുറച്ച് വട്ടങ്ങള് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി ചെയ്തതല്ല. കുറെ വട്ടങ്ങൾ ഉള്ളത് കൊണ്ട് അതില് പ്ലാന്റ്സ് വെച്ചൂന്നേ ഉള്ളൂ. പിന്നെ ഈ വീട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കോർട്ട്യാർഡിന്റെ ഈ ഒരു ഭാഗമാണ്. ചെടികളൊക്കെ വെച്ച് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചത്ര ചെടികളൊന്നും വെച്ചിട്ടില്ല. കാരണം ഈ വെക്കേഷനൊക്കെ മാത്രം വരുമ്പഴേ നമ്മള് അത്രയും സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കുറേ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പെട്ടെന്ന് നശിച്ചു പോവും. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ആഗ്രഹത്തിൽ അങ്ങട് ഒതുക്കി. കുറച്ച് ചെടി എന്നുള്ളൊരിതില്. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കളിയാക്കിയിട്ട് പറയും, "ഈ വീടേ ഒരു കാടാക്കിയേനെ" പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. തുടക്കക്കാരിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കില് കമന്റ് ഇടണം ട്ടാ. അപ്പൊ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബൈ.